ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ബെൽജിയം മെട്രോയിലാണ്. ഞങ്ങൾ പോകുന്നത് ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലായ ബ്രസൽസിലേക്കാണ്. രാവിലെ ഞങ്ങൾ പാരീസിലായിരുന്നു. അവിടെ നിന്നായിരുന്നു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അവിടെ നിന്ന് ബെൽജിയം മെട്രോയിൽ കയറി ഞങ്ങൾ ബെൽജിയത്തിൽ വന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ആംസ്റ്റർഡാമിലേക്കായിരുന്നു. അവിടെ നിന്നായിരുന്നു ഞങ്ങൾ ഡിന്നർ കഴിച്ചത്. അതായത് ഞങ്ങൾ 3 രാജ്യത്ത് നിന്നായിരുന്നു ഒരു ദിവസത്തെ ഫുഡ് കഴിച്ചത്. വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ബ്രസൽസിലേക്ക് പോകുന്നത് അവിടുത്തെ പ്രധാന ലാൻഡ്മാർക്കായ ബെൽജിയം അറ്റോമിയം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അറ്റോമിയം കാണാം. അതുമാത്രമല്ല, ബെൽജിയം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് വാഫിൾസാണ്. ബെൽജിയം വാഫിൾസ് കഴിക്കണമെന്നൊരാഗ്രഹം കൂടിയുണ്ട്. അങ്ങനെ അതൊക്കെ പ്ലാൻ ചെയ്താണ് ഞങ്ങൾ ബ്രസൽസിൽ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ ആംസ്റ്റർഡാമിലേക്കാണ് പോവേണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ലഗേജസ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന മെട്രോ സ്റ്റേഷനിലെ ക്ലോക്ക് റൂമിൽ സൂക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ബെൽജിയം അറ്റോമിയം കാണാൻ വേണ്ടിയിട്ട് എത്തിയത്. അപ്പോൾ ഇതാണ് അറ്റോമിയം. ദൂരം നിന്ന് നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുന്നു. അടുത്തടുത്ത് വരുമ്പോൾ അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത്. ഇത് ഓരോ ഇതായിട്ട് കാണുന്നതും ഓരോ ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ സൊവനിയർ വാങ്ങാനുള്ള ഷോപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സൊവനിയറും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബെൽജിയം സൊവനിയർ, അറ്റോമിയത്തിൻ്റെ മോഡലിലുള്ളൊരു സൊവനിയർ തന്നെയായിരുന്നു വാങ്ങിയത്. അതൊക്കെ വാങ്ങിയതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു 2-3 ഷോപ്പ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ വാഫിൾസിൻ്റെ ഷോപ്പും കോഫി ഷോപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ട്രക്കിൽ വാഫിൾസ് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നാണ് വാഫിൾസ് വാങ്ങിക്കഴിച്ചത്. പലരും പല പല വെറൈറ്റി വാഫിൾസുകൾ വാങ്ങിക്കഴിച്ചിട്ടുണ്ടായിരുന്നു. ബെൽജിയത്തിൽ വന്നിട്ട് ബെൽജിയം വാഫിൾസ് കഴിക്കാതെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. തലേ ദിവസം പാരീസിലും ഇതേ മഴയായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയില്ലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അടുത്ത ട്രെയിനിൽ ഞങ്ങൾക്ക് ആംസ്റ്റർഡാമിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി അറ്റോമിയം കണ്ടു. അതിനടുത്തുണ്ടായിരുന്ന ഒരു ട്രക്കിൽ നിന്ന് വാഫിൾസ് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പലരും പല ടൈപ്പ് വാഫിൾസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഫിൾസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളെടുത്തത് ബനാന വെച്ചിട്ടുള്ളതായിരുന്നു. ഞാൻ സ്ട്രോബെറി ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മെട്രോ സ്റ്റേഷനിൽ വന്നു. ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് അടുത്ത ട്രെയിൻ എപ്പോഴാണ് ഉള്ളതെന്നാണ്, ആംസ്റ്റർഡാമിലേക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ തിരക്കിയപ്പോൾ പറഞ്ഞത് 1 മണിക്കൊരു ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. ചെറുതായിട്ട് ട്രെയിനൊന്ന് മാറിപ്പോയി. ഞങ്ങൾ കയറാൻ വേണ്ടി പോയപ്പോഴാണ് ആലോചിച്ചത് നമ്പർ 2 ആണോ 6 ആണോ എന്ന്. അങ്ങനെ പിന്നെ അടുത്തതിൽ പോകാതിരുന്നിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്തത്. ഇത് വളരെ കളർഫുള്ളായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു, ബെൽജിയം പ്ലാറ്റ്ഫോം. അതുമാത്രമല്ല, ട്രെയിനകത്താണെങ്കിലും യെല്ലോ കളറും ഒരു യെല്ലോ ഓറഞ്ച് മിക്സ് ആയിട്ടുള്ളൊരു കളറായിരുന്നു. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമും കളർഫുള്ളായിട്ടുള്ളൊരു ട്രെയിനും ആയിരുന്നു. നമ്മളപ്പോൾ 9 ട്രെയിൻ കയറി ആംസ്റ്റർഡാമിലെത്തിയിട്ടുണ്ട്. 9 ട്രെയിൻ കയറാൻ കാരണം നമ്മൾ ആദ്യം ബെൽജിയത്തിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്ക് കയറിയ ട്രെയിൻ പകുതി എത്തിയപ്പോൾ സ്ട്രൈക്കാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വഴിയിൽ വേറൊരു സ്ഥലത്ത് ഇറങ്ങേണ്ടി വന്നു. പിന്നെ അവിടെ നിന്ന് വേറെ ട്രെയിൻ കയറി, അതും പകുതി എത്തിയപ്പോൾ വഴിയിലായി. ഇവിടെ സ്ട്രൈക്ക് കാരണം. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം മൊത്തം പാരീസ് തൊട്ട് ആംസ്റ്റർഡാം വരെ 9 ട്രെയിൻ കയറി ഇപ്പോൾ ആംസ്റ്റർഡാമിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നൊരു ബസ് എടുത്ത് പോകണം നമ്മുടെ ഹോട്ടലിലേക്ക്. അന്ന് പോയി നമുക്ക് ബസ്സല്ല, നമുക്ക് ട്രാമിലാണ് പോകേണ്ടത്. പക്ഷേ ടിക്കറ്റ് എടുക്കാനുള്ള. ബെൽജിയത്തിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്കുള്ള യാത്ര വളരെ ടയേർഡായ ഒരു യാത്രയായിരുന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോൾ രാത്രി 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കണ്ടില്ലേ, നല്ല വെളിച്ചമായിട്ട് നടക്കുന്നത്. ഒട്ടും രാത്രിയാവാത്ത നല്ല വെട്ടമുണ്ടായിരുന്നു. ഒരു 9 മണി 9:30 ആയപ്പോഴാണ് ഇരുട്ട് വന്ന് തുടങ്ങിയത്. ഇവിടെ പാരീസ് പോലെയല്ല ഞങ്ങൾക്ക് ഫീൽ ചെയ്ത്. കുറച്ചുകൂടി പച്ചപ്പും ഹരിതാപവും ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ആംസ്റ്റർഡാമിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ആംസ്റ്റർഡാം ഈസ് ഫേമസ് ഫോർ എന്തൊക്കെയാണെന്ന്. നമ്മുടെ നാട്ടിൽ ഇല്ലീഗലായിട്ടുള്ള പലതും അവിടെ ലീഗലാണ്. അവിടുത്തെ ഓരോ ഷോപ്പുകളിലാണെങ്കിലും
അവിടുത്തെ ഓരോ സ്ട്രീറ്റിലാണെങ്കിലും നമുക്ക് അങ്ങനത്തെ പല സംഭവങ്ങളും കാണാൻ പറ്റും. സൈക്കിളിന് പോകാനുള്ള വഴിയാണ് ഈ റെഡ് വരച്ചിട്ടേക്കുന്ന എല്ലാ സൈക്കിളിന് പോകാനുള്ളത്. ഇതിലെ കൂടെ പോകാം, അതിലെ കൂടെ പോകാം. ഇവിടെ പിന്നെ ലൂയി വിട്ടൺ പോലുള്ള ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ടൊരു ഷോപ്പാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു അതിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഏകദേശം ഞങ്ങൾ റൂമിൽ ബാഗൊക്കെ കൊണ്ടുവച്ചിട്ട് ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ ആംസ്റ്റർഡാമിലൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം ഒരു 12 മണിയായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ തിരക്കി ഇറങ്ങിയപ്പോൾ അവരെല്ലാം പറഞ്ഞു അവിടുത്തെ ഡിന്നർ കിച്ചൺ ഒക്കെ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു. ഇവിടെ എല്ലാ സ്ഥലത്തും 7 മണിക്ക് ശേഷം ഡിന്നറൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓടി പിടിച്ച് ഞങ്ങൾക്ക് ലാസ്റ്റ് ഒരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഡിന്നർ കഴിച്ചത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നവർ എന്തായാലും 7 മണിക്ക് മുന്നേ ഡിന്നറൊക്കെ കഴിക്കാൻ നോക്കണം, അല്ലെങ്കിൽ നമുക്ക് അന്നൊന്നും കഴിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ് കാണാൻ വേണ്ടി പോയി. അവിടെ വീഡിയോ ഫോട്ടോ ഒന്നും അലൗഡ് അല്ല. അവിടെ കുറേ എന്താ പറയുക, കുറേ ആൾക്കാരിങ്ങനെ നിൽക്കും നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവരുടെ പ്രൈവസിയൊക്കെ മാനിച്ചുകൊണ്ട് നമ്മളതൊന്നും എടുത്തില്ല. ഞങ്ങൾ പോയി കണ്ടു. പക്ഷേ ആർക്ക് വേണം അവിടെ പോകാനും ഒക്കെ പറ്റും. കാര്യം ഒരു നടപ്പാതയാണ്. അതിലൂടെ ഞങ്ങൾ നടന്നു പോയി കണ്ടു, തിരിച്ചു വന്നു. എന്നിട്ട് അതൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ടാക്സി വിളിച്ചു. നല്ല രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ രാത്രിയല്ല 2 മണി 3 മണി അടുപ്പിച്ചായതുകൊണ്ട് ഞങ്ങൾ ടാക്സി വിളിച്ചു. ടാക്സി ആയിട്ട് വന്നതൊരു ബെൻസ് ആയിരുന്നു. അങ്ങനെ ആകെ വിപരീതമായിട്ടൊരു സ്ഥലം. അവിടെയൊക്കെ ടാക്സി ആയിട്ട് ഓടുന്നത് ബെൻസാണ്. അങ്ങനെ ഞങ്ങളൊരു ബെൻസിൽ കയറി. രാത്രി ടാക്സിയിൽ കയറി നമ്മൾ ആ സ്ട്രീറ്റിൻ്റെ ഭാഗത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടേക്ക് നടന്നു കണ്ടു. അപ്പോൾ അവിടെയും ആ ഒരു ഏരിയ മാത്രമേ ഉണർന്നിരിപ്പുണ്ടായിരുന്നുള്ളൂ. അല്ലാത്ത ഷോപ്പുകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരു ഇതായിട്ട് തോന്നിയത് അവിടെ പാരീസ് പോലെ തന്നെയാണ്. ഒരുപാട് ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയും അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവിടെ വഴിയിലും റോഡിലും ഒക്കെ കിടക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല എന്താ പറയുക, അവിടെയൊക്കെ വല്ലാത്തൊരു സ്മെല്ലായിരുന്നു. ബസ് സ്റ്റോപ്പിലാണെങ്കിലും ട്രാമിൽ കയറാൻ പോകുന്ന സ്ഥലത്താണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആണെങ്കിലും മെട്രോ സ്റ്റേഷനിലൊക്കെ ആണെങ്കിലും വല്ലാത്തൊരു സ്മെല്ലായിരുന്നു. എന്തിൻ്റെയൊക്കെയോ സ്മെല്ലായിരുന്നു നമുക്ക്. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടെങ്കിലും ആ ഒരു അവിടുത്തെ ഒരു മണം ഒരു വൃത്തികെട്ട മണമായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.